കോട്ടയം പനച്ചിക്കാട് പഞ്ചായത്തിലെ LDF പ്രവർത്തകർ വീട് കയറി വോട്ടുറപ്പിക്കുന്ന തിരക്കിലാണ്. ഒപ്പം സ്ലിപ്പും ലഘുലേഖയും വിതരണം നടത്തുന്നുണ്ട്. ജോസിബാബു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പരസ്യപ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ സ്ഥാനാർത്ഥികളൊക്കെയും നെട്ടോട്ടത്തിലാണ്. അവരുടെ വോട്ടുറപ്പിക്കാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം കോട്ടയം പനച്ചിക്കാട് പഞ്ചായത്തിലെ 4-ാം വാർഡിലെ LDF സ്ഥാനാർത്ഥി CPMന്റെ ലോക്കൽ സെക്രട്ടറിയായ PC ബെഞ്ചമിനാണ് ചേരുന്നത്. മത്സരത്തിന്റെ പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകൾ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തുന്നത്? എത്രത്തോളം വിജയപ്രതീക്ഷയിലാണ് തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നത്? പരമാവധി വീടുകൾ ഇന്ന് കയറി തീർക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഞായറാഴ്ച കൂടിയാണ്, നമ്മുടെ പ്രവർത്തകർക്കെല്ലാം സൗകര്യമുള്ള ദിവസമാണ്. അപ്പോൾ ആ നിലയ്ക്ക് പരമാവധി വീടുകൾ ഇന്നലെ ഞങ്ങൾ നല്ലതായിട്ടൊരു സ്ക്വാഡ് നടത്തി. അത് ഏതാണ്ട് ഒരു പകുതിയിലേറെ വീടുകൾ കയറിയിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന വീടുകൾ കൂടി ഇന്ന് കയറി അവസാന റൗണ്ട് നിലയ്ക്ക് വോട്ടർമാരെ കാണുകയും വോട്ടഭ്യർത്ഥിക്കും ഒപ്പം അവർക്ക് വോട്ട് ചെയ്യാൻ സഹായിക്കുന്ന സ്ലിപ്പുകൾ വിതരണം ചെയ്യുകയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ മുന്നണിയുടെ പ്രകടന പത്രിക പഞ്ചായത്തിൽ നമ്മൾ അധികാരത്തിൽ വന്നാൽ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന തരത്തിലുള്ള പ്രകടന പത്രിക വിതരണം ഇപ്പോൾ ഈ കൂട്ടത്തിൽ നടക്കുകയാണ്. നല്ല നിലയ്ക്കുള്ള ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഞങ്ങൾ നേരിടുന്നത്. ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ വിജയപ്രതീക്ഷ തന്നെയാണുള്ളത്. വിജയം അല്ലാതെ വേറൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ആ നിലയിൽ നല്ല നിലയ്ക്കുള്ള വർക്കാണ് നടക്കുന്നത്. അതാണ് ചുരുക്കി സൂചിപ്പിക്കാനുള്ളത്. കോൺഗ്രസ് ഭരിക്കുന്ന ഒരു പഞ്ചായത്താണല്ലോ, അത് തിരിച്ചുപിടിക്കാൻ LDFന് കഴിയുമോ? അത്തരത്തിലുള്ളൊരു മൊത്തത്തിലുള്ളൊരു പ്രവർത്തനം നടക്കുന്നുണ്ടോ പഞ്ചായത്തിലാകെ? പനച്ചിക്കാട് പഞ്ചായത്ത് UDF കഴിഞ്ഞ 5 വർഷം UDF ആണ് ഭരിച്ചുകൊണ്ടിരുന്നത്. ആ UDF ഭരിക്കുന്ന സമയത്തുണ്ടായിട്ടുള്ള കെടുകാര്യസ്ഥതയും അഴിമതിയും എല്ലാം ഈ നാട്ടിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ നന്നായി പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഒട്ടേറെ കാര്യങ്ങൾ അതിലേക്ക് വിശദീകരിക്കാൻ ഇപ്പോൾ സമയമില്ലാതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. പക്ഷേ പഞ്ചായത്തിന് ലഭ്യമായ നിരവധിയായ ഫണ്ടുകൾ ലാപ്സാക്കി കളഞ്ഞ ഒരു ഭരണസമിതിയാണുള്ളത്. അക്കാര്യങ്ങളും ഈ നാട്ടിലെ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും എല്ലാ പ്രദേശങ്ങളിലും ഞങ്ങൾ ജാഥകളിലൂടെയും മറ്റുമൊക്കെ പ്രചരണം നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഒരു 12 കോടിയോളം രൂപ നഷ്ടപ്പെടുത്തി കളഞ്ഞ ഒരു പഞ്ചായത്ത് ഭരണസമിതിയാണ്. ഈ വാർഡടക്കം യാതൊരു വികസന പ്രവർത്തനവും കൃത്യമായി നടക്കാതെ ആളുകൾക്ക് വിരോധവും അല്ലെങ്കിൽ അവമതിപ്പും ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്ന ജനപ്രതിനിധികൾ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിനെതിരായി പഞ്ചായത്തിലാകെ ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു വികാരം ഉയർന്നു വന്നിട്ടുണ്ട്. പഞ്ചായത്ത് ഭരണം ഞങ്ങൾ തിരികെ പിടിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ആ നിലയ്ക്കുള്ള സജീവമായ പ്രവർത്തനങ്ങൾ പഞ്ചായത്തിലാകെ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. ഈ വാർഡിലും BJP കോൺഗ്രസ് സ്ഥാനാർത്ഥികളുണ്ട്. അപ്പം എങ്ങനെ ഒരു മത്സരത്തെ എങ്ങനെയാണ് കാണുന്നത്? ഈ വാർഡിൽ BJP കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ എന്ന് പറയുമ്പോൾ ഈ വാർഡിലുള്ളവരല്ല, ഈ വാർഡിൽ നിന്ന് മത്സരിക്കാൻ അവർക്ക് ആളില്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ വർഷം കഴിഞ്ഞ ടേൺ എന്ന് പറയുന്നത് UDFന്റെ ജനപ്രതിനിധിയായിട്ടുണ്ടായിരുന്ന ചെറിയ വോട്ടുകൾക്ക് ഞങ്ങൾ പരാജയപ്പെട്ട സ്ഥലമാണ്. പക്ഷേ അവരുടെയൊക്കെ പ്രവർത്തന ഫലമായി ഇവിടെ നിന്നൊരു സ്ഥാനാർത്ഥിയെ നിർത്താൻ കഴിയാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയും വേറൊരു വാർഡിൽ നിന്ന് മത്സരിക്കുന്ന ആളാണ്, BJPയുടെ സ്ഥാനാർത്ഥിയും വേറൊരു വാർഡിൽ നിന്ന് മത്സരിക്കുന്ന ആളാണ്. അതുകൂടാതെ 2020 ഉണ്ട് വേറൊരു വാർഡിൽ നിന്ന്. അപ്പോൾ ഈ വാർഡിൽ മത്സരിക്കുന്ന 4 സ്ഥാനാർത്ഥികളിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി മാത്രമല്ല, ഞാൻ മാത്രമാണ് ഈ വാർഡിലുള്ള ഒരാളെന്ന നിലയ്ക്ക് നിൽക്കുന്നത്. എന്റെ കൂടെയുള്ള പ്രവർത്തകരും ഈ പ്രദേശത്ത് മറ്റവരൊക്കെ പ്രവർത്തകരെയും കൊണ്ടുവന്ന് ചെയ്യുന്ന അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. എന്തായാലും ചേട്ടൻ ആശംസകൾ. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥി. അവസാന മണിക്കൂറുകളും പരമാവധി പ്രയോജനപ്പെടുത്തി പ്രവർത്തകരുമൊപ്പം വീട് കയറുകയാണ് പനച്ചിക്കാട് LDF സ്ഥാനാർത്ഥി ബെഞ്ചമിൻ. അനന്തു സുരേഷിനോടൊപ്പം പനച്ചിക്കാട് നിന്നും ജോസിബാബു, മീഡിയ.